നരവേട്ട അബിൻ ജോസഫ് കഥ തിരക്കെഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ടോവിനോ തോമസ് നായകനാക്കിയിട്ടുള്ള പുതിയ സിനിമ നരിവേട്ട. ഞാൻ നരവേട്ട എന്ന് പറഞ്ഞത് വെറുതെ അല്ല, ഇത് ആക്ച്വലി ഒരു നരവേട്ട തന്നെയാണ്. ഈ പേരും എനിക്ക് തോന്നുന്നത് അവർ മനസ്സിൽ കണ്ടതും നരവേട്ട, അത് പിന്നെ ഒരു നരിവേട്ടയായി എഴുതി എന്നുള്ളതേ ഉള്ളൂ. നമ്മളെ പോസ്റ്റർ തന്നെ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് നരവേട്ടയാണെന്നും കൂടി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ആ രായിന്റെ വള്ളി കുറച്ചൊരു കളറൊക്കെ മാറ്റി ഒരു വെള്ള കളർ കുറച്ച് ബ്ലഡൊക്കെ ആക്കിയിട്ട് അതൊരു ആ രീതിയിൽ വിട്ടു. എന്തായാലും നരവേട്ട തന്നെയാണ്, അത് അവർ നരിവേട്ടയാക്കി പ്രൊജക്ട് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഇതിന്റെ സംവിധായകൻ, ഇതിന്റെ എഴുത്തുകാരൻ, ഇതിന്റെ ഒരു ടീം എന്താണോ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ചത് അത് വളരെ ഭംഗിയായിട്ട് ഈ ഒരു സിനിമയിലൂടെ അവർ നിറവേറ്റി എന്ന് വേണമെങ്കിൽ പറയാം. വേണ്ട, അങ്ങനെ തന്നെ നമുക്ക് ഉറപ്പിക്കാം. അത് ഫസ്റ്റ് കാര്യം. ആൻഡ് ഇത് ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു ബേസ്ഡ് ഓൺ എ ട്രൂ ഈവന്റ്സ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 2003 മുത്തങ്ങയിൽ നടന്ന ഒരു രാഷ്ട്രീയ കലാപം, മുത്തങ്ങയിലെ ആദിവാസികളും അതേപോലെ പോലീസും, അന്നത്തെ ഗവൺമെന്റ് AK ആന്റണിയുടെ ഗവൺമെന്റ് ആയിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ കലാപം തന്നെയാണ് ഇത്. ഇതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം. കേരള ചരിത്രത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ എപ്പോഴും ശരി ഒരു ചരിത്രം ഒരു മുറിവ് തന്നെയാണ് മുത്തങ്ങ, ഉണങ്ങാത്തൊരു മുറിവ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ശരിക്കും ഈ ഒരു ഗട്ട്സ് ആണ്, ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ സംഭവം എടുക്കാനും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ഒരു ഗട്ട്സ് എനിക്കൊന്ന് 2003 കഴിഞ്ഞിട്ട് ഇപ്പൊ 10-20 വർഷം കഴിഞ്ഞു, 23 വർഷം കഴിഞ്ഞു. ഈ 23 വർഷത്തിൽ ഒരു സിനിമ പോലും അങ്ങിങ്ങ് പറഞ്ഞു പോയതല്ലാണ്ട് ഒരു മെയിൻ ഒരു വിഷയമാക്കിക്കൊണ്ട്, മുത്തങ്ങ വിഷയമാക്കിക്കൊണ്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ്. സോ ഇങ്ങനത്തെ ഒരു വിഷയം എടുക്കുന്നതിൽ തന്നെ വളരെ ഭയങ്കരമായ റിസ്ക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എടുത്തത് തന്നെ ഒരു ഭയങ്കര ഒരു ഗഡ്സ് ആണ്. ആ ഗഡ്സിന് നമ്മൾ ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. ബിക്കോസ് കേരളം അറിയേണ്ട, കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട, പുതുതലമുറകൾ അറിയേണ്ട ഒരു വിഷയം തന്നെയാണ് മുത്തങ്ങയിലെ നരവേട്ട. ഇനി നമുക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് വരാം. സിനിമയുടെ ടെക്നിക്കാലിറ്റി, അതിന്റെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങൾ, ഫ്രെയിംസ് ഒന്നും ഞാൻ പറയുന്നില്ല, വളരെ ഗംഭീരം തന്നെയായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കഥയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിന്റെ സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലാണ് ഈ പടം ഒന്ന് എലവേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അജാതി ക്ലൈമാക്സ്. നമുക്ക് ശരിക്കും ഇമോഷൻസ്, നമ്മൾ കരയോടെ കണ്ണുനീര് വരും, അത്രമാത്രം നമ്മൾ ഇമോഷൻസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു 10-15 മിനിറ്റ് ഭയങ്കരമായിരുന്നു. നമുക്ക് ആ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും ആ ഫ്രെയിംസ് കാണുമ്പോഴും ഷോർട്സ് കാണുന്ന സമയത്ത് അയ്യോ, അത് വേറെ ലെവൽ ഗൂസ് ബംസ് ആണോ അല്ലെങ്കിൽ നമുക്ക് വികാരമാണോ ഇമോഷൻ ആണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ബിക്കോസ് ആ രീതിയിലായിരുന്നു അതിന്റെ ക്ലൈമാക്സ് എടുത്തു വെച്ചു. സോ ഹെവി പീക്ക് ലെവൽ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആസ് എ പ്രേക്ഷകൻ, തിയേറ്ററിൽ ഇരുന്ന് വാച്ച് ചെയ്യുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇതിന്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഓക്കെയാണ്. ഇത് ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ടോവിനോ തോമസിന്റെ ഒരു കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി കാണിക്കുന്ന, അതായത് ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് പ്രേക്ഷകനിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവന്റെ ജീവിതം കുട്ടനാട്ടില്, ആ കോട്ടയത്ത് ഭാഗത്തുള്ള കുട്ടനാട്ടില് ജീവിച്ച് വളർന്നു വരുന്ന ഒരാള് പോലീസിൽ പോകുന്നു. പിന്നെ അവന്റെ പ്രണയം, അവന്റെ കുറച്ച് റിലേഷൻഷിപ്പ് കാര്യങ്ങൾ, ഫാമിലി, അങ്ങനത്തെ ഒരു ഇതിലേക്കായിരുന്നു പോകുന്നത്. അപ്പോ ആ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബിക്കോസ് നമുക്കൊരു സീരിയസ് ആ ഒരു വിഷയം ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യുകയാണ്. സോ മൊത്തത്തിൽ ഈ സിനിമ ആ സീരിയസ് ആയ വിഷയത്തിലേക്ക് തന്നെ വന്ന് നമ്മൾ അതിലൂടെ തന്നെ കഥ പറഞ്ഞു പോയില്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ഇമ്പാക്ട് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ബിക്കോസ് എവിടെയൊക്കെയോ കുറച്ച് ക്രിഞ്ച് പരിപാടികൾ, വേണ്ടാത്ത കുറച്ച് സീൻസുകൾ, നമ്മളെ മേ ബി ഒരു മടുപ്പിക്കുന്നത്, എന്തിനാണ് ഇത് എന്തിനാ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നു, പേഴ്സണലായിട്ട് എനിക്ക് വന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു ആവറേജ്, ഓക്കെ, അവര് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എടുത്തു വെച്ചൊരു ഫസ്റ്റ് ഹാഫ്, ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ പടം ഒന്ന് മാറി. പിന്നെയാണ് അത് വരുന്നത്, അതിന്റെ ജീവൻ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ഇവര് കോട്ടയത്ത് നിന്ന് മുത്തങ്ങയിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്ക് പോകുന്നതും അവിടെ വെച്ച് പിന്നെ പോലീസ് ആണ്, ഇത് പോലീസുകാരുടെ ഒരു ലൈഫാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് ഭയങ്കരമായ രാഷ്ട്രീയം പറയുന്നൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ ഭയങ്കരമായ, ബിക്കോസ് ഇത് ഭയങ്കരമായ രാഷ്ട്രീയം ഉള്ള ഒരു വിഷയമാണ്. പക്ഷെ ഇവര് രാഷ്ട്രീയം അങ്ങനെ വലുതായിട്ട് ചർച്ച ചെയ്യുന്നില്ല. ഒരു പോലീസുകാരന്റെ ജീവിതം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത്. പോലീസുകാരുടെ ഫൈറ്റ്, അവരുടെ ജീവിതം, അവരുടെ ഇമോഷൻസ്, ആദിവാസികളുടെ ഒരു ഇമോഷൻസ്, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്തിയത്. സെക്കൻഡ് ഹാഫിലാണ് സുരാജ് വെഞ്ഞാറമ്മൂടൊക്കെ വരുന്നത്. വെഞ്ഞാറമ്മൂട് ചെറിയ റോളാണെങ്കിലും ആ റോള് ഗംഭീരമാക്കി ചെയ്തു. അതിനു മുമ്പ് നാം പറയേണ്ട ഒരു പേരാണ് ആര്യ സലീം അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത്. അന്ന് നമുക്കറിയാം, ഈ മുത്തങ്ങ സംഭവങ്ങളെ വായിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, ഈ ആദിവാസികളുടെ നേതാവ് ഉണ്ടായിരുന്നു.
ജാനു ഇപ്പോഴും ഒക്കെ ഉണ്ട്, രാഷ്ട്രീയത്തിലും ചെറിയ രാഷ്ട്രീയത്തിലും എപ്പോഴൊക്കെ പേരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജാനുവിന്റെ പേരാണ് എപ്പോഴും, ആ നേതാവിന്റെ പേരാണ് അന്നും ഇന്നും നമ്മൾ മുത്തങ്ങ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു കഥാപാത്രം പേര് മാറ്റിയിട്ടാണെങ്കിലും അവതരിപ്പിച്ച കലാകാരിയാണ് ആര്യ സലീം. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് തോന്നും ഇത് അത് തന്നെയാണോ, റിയൽ ലൈഫിലാണോ എന്നുള്ളൊരു സംഭവം. ബിക്കോസ് ആ രൂപവും ആ ക്യാരക്ടറും അത് പിടിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് ടോവിനോ തോമസിന്റെ പേര് എടുത്ത് പറയണം. ടോവിനോ തോമസിന്റെ വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ്, ഇതാണ് കരിയർ ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല, പക്ഷെ വൺ ഓഫ് ദ മേജർ കരിയർ ബെസ്റ്റ് സംഭവം തന്നെയാണ് മൂപ്പര് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എവിടെ ഞാൻ പറയുന്നു, ഫസ്റ്റ് ഹാഫിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു മുഷിപ്പിക്കൽ എന്നൊരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട് സംഭവം. പക്ഷെ എഗെയിൻ ഞാൻ പറഞ്ഞു, സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് എക്സ്പെഷ്യലി ആ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു ഹൈ മൊമെന്റ് തന്നിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായ അതൊക്കെ നമ്മൾ മറക്കും. ആ ക്ലൈമാക്സ് ഒക്കെ കണ്ട് തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോടെ വരാൻ പറ്റുന്നുണ്ട്. ആൻഡ് ടോവിനോന്റെ അഭിനയം ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിയും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് എന്താ ഒരു പാവൻ പയ്യൻ എന്ന രീതിയിൽ, ഒരു പാവം പോലീസുകാരൻ, ഒന്നും അറിയാതെ ചുമ്മാ ഇങ്ങനെയുള്ള ഒരു പോലീസുകാരൻ, പിന്നെ അത് ആ ക്യാരക്ടർ മാറുന്ന രീതി ആ സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നു. അതിന്റെ എലവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേരൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തമിഴിൽ തന്നെ അഭിനയിച്ചിട്ട് കുറേയായി, സിനിമ തന്നെ അഭിനയിച്ചിട്ട് കുറേയായി. ചേരനാണ് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ, IPS ഓഫീസറായിട്ട് വരുന്നത്. എനിക്കറിയില്ല, എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് മേ ബി ചേരന് പകരം വേറെ ആരെങ്കിലും നല്ല എത്രയോ ആൾക്കാരുണ്ട്. ഓപ്ഷൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമുക്കുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്തിന് ചേരനിലേക്ക് എത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് ഈ കോക്ക് ചോദിച്ചതുപോലെ അതൊരു ചോദ്യം എനക്കും മനസ്സിലേക്ക് വരുന്നു. എന്തിനാണ് ചേരനിലേക്ക് എത്തിയത് എന്ന് എനിക്കറിയില്ല. പക്ഷെ ചെയ്തിട്ടുണ്ട്, ഓക്കെയാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ ഇതിനും ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തിനാണ് പ്രത്യേകം ചേരനിലേക്ക് തന്നെ പോയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ്, ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ജേക്സ് ബിജോയ് എന്നുള്ളൊരു മ്യൂസീഷ്യൻ. ജേക്സ് ബിജോയിന്റെ ഓരോ സാധനം, അതിൽ 2 പാട്ടാണ്, ഒരു പാട്ടേ കാണിക്കുന്നുള്ളൂ. ആ ഒരു ഫസ്റ്റ് ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, ആ പാട്ട് മുതൽ അല്ലെങ്കിൽ ഓരോ സീനിലും പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ കൊടുക്കുന്ന ഓരോ BGM ഓരോ സാധനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ജേക്സ് ബേജ് ഇസ് വൺ ഓഫ് ദ ഫൈൻ ആൻഡ് ദ മ്യൂസീഷ്യൻ വി ഹാവ് ഇൻ അവർ കൺട്രി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രക്ക് മനോഹരമായിട്ടുള്ള കയ്യൊപ്പ് പതിഞ്ഞ കാര്യങ്ങളാണ് ജേക്സ് ബിജോ ഇട്ട് വെച്ചിട്ടുള്ളത്. മോനെ എജ്ജാതി സാധനം. ആൻഡ് ഓവറോൾ ചിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നിലെ പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തിയ, എനിക്ക് ഹൈ മൊമെന്റും ലോ മൊമെന്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് സംതൃപ്തി നൽകിയ ഒരു ചിത്രം തന്നെയാണ് നരിവേട്ട. മേ ബി ചില ആളുകൾക്ക് ചില ക്രിഞ്ചും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് പടമായിട്ട് തോന്നാം. പക്ഷെ വൺ ടൈം വാച്ച്, രണ്ടാമത് ഒരിക്കൽ കൂടി പോയിട്ട് കാണുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയൂ. പക്ഷെ വൺ ടൈം വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാണാത്തൊരു റിവ്യൂ ഒക്കെ കണ്ടു പോയിട്ട് കാണുക. സോ മുത്തങ്ങയിൽ എന്താ നടന്നതെന്ന് അറിയാം, നരവേട്ട കാണുക. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബാൾഡൻ ബിയർ റിയാക്ട്സ്.